എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ മിനിയാന്ന് സുബൈക്ക് ED കേരളത്തിൽ വന്ന് 12ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം ED എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, ആരുടെ കടക്കാണെന്ന്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം EDയും VDയും മോഡിയും കൂടിയൊരു നാടകമാണ് ഇപ്പോൾ കേരളത്തിൽ വരുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ മന്ത്രിസഭയിൽ രണ്ട് ഉന്നമാരിപ്പോൾ കുടുങ്ങാൻ വേണ്ടി പോവാം. അതുകൊണ്ടാണ് വാപ്പാൻ്റെ അപ്പുറത്തണ്ട മാതിരി ഈ മന്ത്രിസഭയിലെ മൂന്നാലാക്കും മുഖ്യമന്ത്രിക്കൊക്കെ പത്രക്കാരോട് എന്തോ ഒരു സ്നേഹം. പിണറായി മുണ്ടൂല, കടക്ക് പുറത്ത് തരുന്ന ആളാണ്. ഇപ്പം കടക്ക് പുറത്ത് നല്ലതാണ്, ഒരു കോമാളിയായിട്ട് ഭാരത സർക്കസിലെ കോമാളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തോന്നിപ്പോവും പത്രക്കാർക്ക്. ഇന്നിപ്പോൾ ഒരു ചാനലുകാരൻ പറഞ്ഞു രണ്ടും കണക്കാണ്. അപ്പം എന്താണ്, 8-10 ദിവസമായപ്പോൾ ഇതിന് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളെ പറ്റത്തിൽ മനസ്സിലായി. ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നത് എന്താ അറിയാം, കുഞ്ഞാലിക്കുട്ടിനോടും രബനോടൊക്കെ ആദ്യം രമേശ് ചെന്നിത്തലയോടൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടിക്ക് ഒഴിവാണ്, റെസീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറയാൻ പറ്റൂല, അതൊക്കെ പിന്നീട് പറയാൻ പറ്റിയ സമയമല്ല. ഇപ്പം 3 ആളും മുണ്ടണില്ല. കാരണം എന്താ അറിയോ, ഒരാഴ്ചൻ്റെ ഉള്ളിൽ മക്കളെ എങ്ങളെയും ഇതുപോലെ വന്ന് പിടിക്കും. ഞങ്ങൾ വാങ്ങിയത് 1-2 റുപ്യ റെസീറ്റ് കൊടുത്ത് വാങ്ങിയതല്ല, 2000 റുപ്യേൻ്റെ മേലെ റെസീറ്റ് കൊടുക്കാൻ പാടില്ല. അക്കൗണ്ട് ടു അക്കൗണ്ടാണ്, നിങ്ങൾ കുലുവ വാങ്ങിയതാണ്. അതങ്ങനെ ബടായി പറഞ്ഞ് പോണ മാതിരിയല്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൊടുങ്ങുമ്പോഴാണ്. അപ്പം നിങ്ങളെ അണികളിപ്പോൾ ഇങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ആവേശനും. ഈ ED ഒരു 15 ദിവസം ഇലക്ഷൻ്റെ 15 ദിവസം മുമ്പ് കയറിയിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരുന്നീനും. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPM ഇടതുപക്ഷം ഒറ്റക്കെട്ടായി. ഇതൊരു 15 ദിവസം മുമ്പ് ഇലക്ഷന് മുമ്പ് കണ്ടിരുന്നു. ഞങ്ങളും ആലോചിച്ചതിന് കയറിയാണ്, ഞങ്ങൾക്ക് കയറുന്ന ഞങ്ങൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഇങ്ങനെ വാങ്ങിക്കണ്ട. പൗത്ത പ്ലാവിൻ്റെ ഇല ചാടുമ്പോഴേ പച്ച പ്ലാവിൻ്റെ ഇല ചിരിക്കണ്ട, ഇജ്ജ് പോയില്ലേ പറഞ്ഞാണ്ട് അടുത്ത ആഴ്ചയിൽ നിങ്ങളും പോകാനുള്ളതാണ്. അപ്പോൾ അണികൾ പറഞ്ഞോളൂ ഇങ്ങോട്ട്, ഞങ്ങളെ അണികൾ ആവേശത്തോടെ കയറിയ മാതിരിയാണോ നിങ്ങളെ നേകളി കള്ളന്മാരെ നിങ്ങളെ പിന്തുണക്കണതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു നേതാവിനെ ED ചോദ്യം ചോദിച്ചിട്ട് പിന്നെ അയാൾ ബെഡിൽ നിന്ന് എണീച്ചിട്ടില്ല, പിന്നെ അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോവുക ചെയ്ത്. അതൊക്കെ നമ്മൾ കണ്ട. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, നിങ്ങൾക്കിത് താങ്ങാൻ കഴിയില്ല, ഞങ്ങളിത് താങ്ങും. ഞങ്ങളെ നേതാക്കൾ ഇരുട്ടറിയിലും ജയിലിലൊക്കെ കിടന്നാൽ നിങ്ങളാ ശിവൻ്റെ അമ്പലത്തിൽ ഓട്ടോത്രം മതിയ പൊതുമുതൽ കട്ടുകാണ്ട് വരെ ജയിലിൽ പോവല്ലാതെ ഒരു നാടിനും വേണ്ടി ജയിലിൽ പോയ ഒറ്റൊന്നും UDF ഉണ്ടാവില്ല, പെരും കള്ളന്മാരല്ലാതെ. ഞങ്ങൾ അടിച്ചും കുത്തിയും ഈ വയസ്സിൻ്റെ ഇടയിലൊക്കെ ഞങ്ങളെ നേതാക്കന്മാരൊക്കെ ജയിലിലൊക്കെ പോയതാണ്. അത് നാടിനും വേണ്ടിയാണ്, നിങ്ങളെ മാതിരി കൊണ്ടുവന്നെ മുതലിട്ടിട്ടല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം. ഇപ്പം ഇന്ന് പത്രക്കാർക്ക് ഇപ്പോൾ 6 പ്രാവശ്യം മുഖ്യമന്ത്രിനെ കണ്ടു നോക്കിയപ്പോൾ മനസ്സിലായി, ഇപ്പോൾ ഭാരത സർക്കസിലെ കോമാളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നേക്ക് മനസ്സിലായി. എന്താ തലാട്ടീരാ കൂതലാക്കി ചെറിയറിയങ്ങൾ. പിണറായി ചിരിച്ചാലും പറയാനുള്ളത് ആരെ മുഖത്ത് നോക്കിയാൽ പറയും, അത് നല്ല തന്തക്ക് ജനിച്ച ഒരു മോനാണ്. അത് മുഖ്യമന്ത്രി ആകുമ്പോഴല്ല, കേരളത്തിലെ ജനങ്ങൾ ഒരു 50 വർഷമായിട്ട് അയാളെ അറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ നേതാക്കന്മാരുണ്ടല്ലോ. അപ്പോൾ ഈ മന്ത്രിസഭയിലെ 2-ാമനും 3-ാമനും EDക്ക് ഒന്ന് ചോദിക്കാൻ പോയി ഞങ്ങൾ കാണാം. ഞങ്ങൾ EDക്ക് ഞങ്ങൾ കുറേ മുമ്പ് പോയതാണല്ലോ. അപ്പം അങ്ങോട്ട് പറയാനുള്ളത് എന്താണ്, അനുഭവിച്ച് തീർന്നോളി. കേരളത്തിലെ മലയാളികളുണ്ടല്ലോ, പട്ടി ഒയലണമായിരുന്നു നിങ്ങൾ അധികാരത്തിൽ കയറ്റിയോണ്ട്. അതുപോലെ ആദ്യത്തെ അവസാനത്തെ UDF അധികാരത്തിൽ വരലേക്കാണ് ഈ വരാൻ പോണത്. എല്ലാവർക്കും നല്ലത് വരട്ടെ.